ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഇന്നൊരു മൂവി റെക്കമെൻഡേഷൻ ആണ്. റിയാലിറ്റി ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച് കാണുന്ന പോലെയാവും. കാരണം നമ്മൾ ഒരുപാട് അമേരിക്കൻ മൂവീസൊക്കെ റിയാലിറ്റി ബേസ് ചെയ്ത് വരുന്നുണ്ട്, ഇതുപോലെ ട്രൂ സ്റ്റോറിയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ എക്സിക്യൂഷൻ കിടിലമാണ്. ഏറ്റവും അവസാനം മൂവിയുടെ റിയൽ ആയിട്ട് നടന്ന കാര്യങ്ങൾ അവിടെ എഴുതി കാണിക്കും. ഇതിൻ്റെ ക്യാരക്ടേഴ്സും ഇത് പ്ലേ ചെയ്തിരിക്കുന്ന ഫോട്ടോഗ്രാഫും കാണിക്കും. അത്രയും ഒറിജിനാലിറ്റി. നമ്മുടെ ദുരന്തറിൻ്റെ അവസാനവും അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടേഴ്സും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അവർ ഇത്രയും ഒറിജിനലായിട്ടാണ് ആൾക്കാരെ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന പോലെ. എന്ന് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയുടെ ഹോൾ കോൺവെർസേഷൻ ഫ്രം സ്റ്റാർട്ട് ടു ഉപയോഗിച്ചിരിക്കുന്നത് റിയൽ ആയിട്ടുള്ള FBI ഏജൻസിൻ്റെ ഇൻട്രോഗേഷൻ്റെ വെർബാറ്റം ട്രാൻസ്ക്രിപ്റ്റ്, അതായത് പറഞ്ഞ മുത്തുമൊഴികൾ അങ്ങനെ ഒപ്പിയെടുത്ത് ഒരു ടെക്സ്റ്റ് ആക്കുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ ഡയലോഗായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ടു ദ കോർ ഒറിജിനൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. 2023 പുറത്തിറങ്ങിയ ഈ ചിത്രം റിയാലിറ്റി ഇൻ ദ സെൻസ് കണ്ടത് നിജം എന്ന അർത്ഥത്തിലല്ല. റിയാലിറ്റി ഒരാളുടെ പേരാണ്, റിയാലിറ്റി വിന്നർ. ആ സ്ത്രീ 25-26 വയസ്സ് പ്രായമുള്ള സ്ത്രീ. അവർ US-ൻ്റെ തന്നെ തന്ത്രപ്രധാനമായ ഒരുപാട് സീക്രട്ട് ഏജൻസിയിൽ വർക്ക് ചെയ്യുക, എയർഫോഴ്സ്, NSA, ഇതിലൊക്കെ ഒരു ലിംഗ്വിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പസ്തു, ഫാർസി, അങ്ങനെ കുറച്ച് അറബിക് ലാംഗ്വേജസ് അറിയാം. അപ്പോൾ അതിൽ വരുന്ന ഡോക്യുമെൻ്റ് ഇവർ കൺവേർട്ട് ചെയ്യുക, ഇവർക്ക് അവരുടെ സീനിയർ ഒഫീഷ്യൽസിന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് സീക്രട്ട് ഡോക്യുമെൻറ്റ്സിൽ ഇവർക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്റ് ഇവരുടെ കയ്യിൽ കിട്ടുകയാണ്, വിച്ച് ഇവൻച്വലി സേസ് ദാറ്റ് 2016 നടന്ന US ഇലക്ഷനിൽ റഷ്യൻ ഇൻ്റർഫറൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ അട്ടിമറികളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ള ഡോക്യുമെൻറ്റ് ഇവർ ദ ഇൻ്റർസെപ്റ്ററോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു പത്രത്തിന് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസിൽ ബ്ലോവറായി മാറാം, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെയിലിലോട്ട് ഇവർ അതിൻ്റെ ഒറിജിനൽ കോപ്പി മെയിൽ ചെയ്യുകയാണ്, പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഇവരെ അവിടുന്ന് ഇത് അന്വേഷിച്ച് വരുന്ന FBI ഏജൻസി ഇൻട്രോഗേറ്റ് ചെയ്യുന്നതും സ്റ്റാർട്ടിങ് വളരെ നോർമലായിട്ട് വെതർ എങ്ങനെയുണ്ട്, നിങ്ങളുടെ പെറ്റ്സ് എന്തൊക്കെയാണ്, പെറ്റ്സിനെ പറ്റി ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇൻട്രോഗേഷൻ വളരെ ഫ്രണ്ട്ലി ആയി, ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ വന്നു, ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഞങ്ങളുടെ ഓഫീസിൽ പോയിരുന്ന് സംസാരിക്കണോ, നിങ്ങൾക്ക് ലോയർ വേണോ, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഏതെങ്കിലും റൂം നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്, അപ്പോൾ ആ റൂം മതിയോ, അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയി തുടങ്ങുന്ന ഒരു സംസാരം ഇങ്ങനെ ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് പോയി അവസാനം കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ ചോദ്യങ്ങളൊക്കെ എന്നോടാണ് ചോദിക്കുന്നത്, നമ്മൾ ഈ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ എന്തായേനെ എന്നൊക്കെയുള്ള തോട്ട് പ്രോസസ്സിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി അവസാനം അവരെ ഈ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്നുള്ള രീതിയിലൊക്കെ പോയിട്ട് അവരെ ബ്രേക്ക് ചെയ്ത് ഇത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനം ആകെത്തുകയായിട്ട് ഇവർ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് റിവീൽ ചെയ്തു എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എൻ്റെ പ്രതിജ്ഞയിൽ അമേരിക്കൻ ജനതയോടുള്ള എൻ്റെ കൂറ് ഞാൻ എപ്പോഴും പ്രതിജ്ഞയിൽ പറയുന്നുണ്ട്. സോ അത് മാത്രമാണ് ഞാൻ ചെയ്തതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എഡ്വേർഡ് സ്നോഡനെ പറ്റി പറയുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, റിയാലിറ്റി വിന്നർ എന്നാണ് അവരുടെ മുഴുവൻ പേര്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു എഡ്വേർഡ് സ്നോഡനെ പോലെ ഒരു വിസിൽ ബ്ലോവർ ആവാനോ അതൊന്നും അല്ല ഞാൻ ശ്രമിച്ചത്, എനിക്ക് ഈ സത്യം പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു എന്നുള്ളതുണ്ട്. പക്ഷേ അമേരിക്കൻ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ലീക്ക് ചെയ്തതിന് ഏറ്റവും കൂടുതൽ വർഷം ജയിലിൽ കിടന്ന ഒരു സ്ത്രീയെ ഇവരാണ്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കഥ. പക്ഷേ ഇതിൻ്റെ മെയിൻ ആകെ 3 പേര്, 2 FBI ഏജൻസും സിഡ്നി സ്വീനി അവതരിപ്പിച്ചിരിക്കുന്ന റിയാലിറ്റി വിന്നർ എന്നുള്ള റിയൽ ലൈഫ് ക്യാരക്ടർ, ഇവർ 3 പേരാണ് സിനിമയിലുള്ളത്. ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ആ വീട്ടിൻ്റെ ഒരു റൂം, ആ റൂമിനകത്താണ് ഇവർ പെറ്റ്സിനെ ഇട്ടുന്നത്. അപ്പോൾ ഇച്ചിരി മെസ്സി ആയിട്ടുള്ള റൂമാണ്. ക്യാമറ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതും ക്യാമറ ആംഗിൾസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ക്യാമറ ആംഗിൾസ്, വളരെ ഫേസിൽ ചാർജ് ചെയ്ത് റിയാക്ഷൻസ് എല്ലാം ഒപ്പിയെടുക്കുന്ന രീതി, മൈക്രോ എക്സ്പ്രഷൻസ് വരെ അത്രയും രസകരമായിട്ട് സിഡ്നി സ്വീനി കൊടുത്തിട്ടുണ്ട്. കരിയറിൽ ഞാൻ അധികം സിഡ്നി സ്വീനി മൂവീസ് കണ്ടിട്ടില്ല, പക്ഷെ കണ്ടതിൽ എനിക്ക് അവരുടെ ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാൻ തോന്നുന്ന ഏതൊക്കെയോ അവാർഡുകൾക്കും ഇവരുടെ പേര് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നോമിനി ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. മസ്റ്റ് വാച്ച് എന്നൊക്കെ എനിക്ക് തോന്നിയ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ബേസ്ഡ് ഓൺ സ്റ്റോറി, ഞാൻ ട്രൂ സ്റ്റോറി മുമ്പ് പറഞ്ഞതുപോലെ പലതുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആദ്യമായിട്ടാണ് കാണുന്നത്. സോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, ഗിവ് ഇറ്റ് എ ട്രൈ. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക.